ഹലോ, അപ്പം നമുക്കിന്ന് ചാൾസ് ബ്രിഡ്ജിലേക്ക് പോവാം അല്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രാഗിലുള്ള ചാൾസ് ബ്രിഡ്ജിനെ പറ്റിയിട്ടായിരിക്കും കുറേ ഫാക്ട്സ് പറയാൻ പോകുന്നത്. ചാൾസ് ബ്രിഡ്ജ് ആക്ച്വലി 650 ഇയേഴ്സ് ഓൾഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് മാത്രമല്ല കേട്ടോ, ഇവർ ഫസ്റ്റ് കല്ല് വെച്ച ദിവസം വരെ ഇവർ ഓർത്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 9 ജൂലൈ 1357 at 5:31 AM. ഇത് ആക്ച്വലി ഒരു ആസ്ട്രോണോമിക്കൽ ഡേറ്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. ഇനി കുറച്ച് മ്യൂസിക് ആവാം. നമ്മളിപ്പോൾ കാണുന്ന ചാൾസ് ബ്രിഡ്ജിന് മുന്നേ ഒരു ചാൾസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ബ്രിഡ്ജ് ആക്ച്വലി ഫ്ലഡ് വന്നപ്പോൾ ഫുള്ളും തകർന്നു പോയി. ഈ പറഞ്ഞ ഫാക്ട് വളരെ എവിഡന്റ് ആട്ടോ. എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുന്നേ വേറൊരു ഫാക്റ്റും കൂടി പറഞ്ഞുതരാം. ഈ സ്ട്രക്ചർ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഇവര് എഗ് യോക്ക് വെച്ച് മോർട്ടാറിൽ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വളരെ എവിഡന്റ് ആണെന്ന്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ 2 ടവർ ഉണ്ട്. ആ ചെറിയ ടവറും വലിയ ടവറും. ചെറിയ ടവർ ഫ്ലഡ് വരുന്നതിന് മുന്നേ ബിൽഡ് ചെയ്തത്. വലിയ ടവർ സ്ട്രോങ് ആക്കിയതിന് ശേഷമുള്ള ടവറാണ് കേട്ടോ. ഈ ബ്രിഡ്ജിൽ നമുക്ക് അവിടുത്തെ കാസിൽ കാണാൻ പറ്റും. മാത്രമല്ല ഇതൊരു ഓപ്പൺ എയർ ആർട്ട് ഗാലറിയാണ്. പോകുന്ന വഴിക്ക് ഫുള്ളും സ്റ്റാച്യൂസ് നമുക്ക് കാണാൻ പറ്റും. കൊറോണേഷന്റെ സമയത്ത് ഇതൊരു സെറിമോണിയൽ പാത്ത് ആയിട്ടാണ് അവിടുത്തെ ചെക്കിങ്സ് കാണുന്നത്. ബിക്കോസ് ഇവിടുന്ന് ആണ് ഇവർ നടന്ന് പ്രാഗ് കാസിലോട്ട് കോറോണേഷന്റെ സമയത്ത് പോകുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചെക്ക് ഒരു ഫ്രണ്ട്ലി കൺട്രി ആണോ എന്ന്. ഇതിന് പല പേഴ്സ്പെക്റ്റീവ്സും ഉണ്ട്. ഞാൻ താമസിക്കുന്നത് ഓസ്ട്രാവയാണെന്ന് ഞാൻ മുന്നേ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓസ്ട്രാവയെക്കാളും എനിക്ക് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് പ്രാഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചേച്ചാ, സീൻ മൈ നെക്സ്റ്റ് വീഡിയോ.